ഇവിടെ കിടന്നാൽ എനിക്ക് കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ കിട്ടും. താഴത്ത് ഒത്തിരി റൂമുണ്ട്, മാഡത്തിന് ഏത് റൂമാണ് സെലക്ട് ചെയ്യാം. ഒരു രക്ഷയില്ല, ഞാൻ ഈ റൂമിൽ നിന്ന് മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതേ ഞാൻ വാടകയ്ക്ക് എടുത്തിട്ടേക്കുന്ന റൂമാണ്. ഇപ്പൊ എന്തായി? എന്നോട് ചോദിക്കാതെ വാടക കൊടുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അയ്യോ ഉത്തമേട്ട, അതിപ്പം എന്ന് പറഞ്ഞിട്ട് ഉത്തമേട്ടൻ വാടകയുടെ ഷെയർ ഒന്നും ചോദിക്കല്ലേട്ടാ. ഞാൻ വാടകയുടെ ഷെയർ ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല മാഡം. ഒന്ന് മനസ്സ് വെച്ചാൽ ഈ റൂം എനിക്ക് ഉപയോഗിക്കാൻ വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. സൗകര്യമില്ല. അല്ല മേഡം, ഞാൻ ഒരു കാര്യം പറയട്ടെ. മേഡം തൽക്കാലം എന്റെ കൂടെ താഴത്തെ റൂമിൽ താമസിക്കുക. ഉത്തമേട്ടൻ ഇവിടെ വന്നാലേ 2-3 ദിവസമൊക്കെ താമസിക്കുള്ളൂ. ഉത്തമേട്ടൻ പോയി കഴിയുമ്പോൾ മേഡം തിരിച്ചിവിടെ താമസിച്ചോ? അല്ല മോളെ, ഈ പ്രാവശ്യം 2-3 ദിവസമല്ല, കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവും. കണ്ടോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അയ്യോ, കുറച്ച് ദിവസം ഉണ്ടാവുന്നല്ല, കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ. എന്താണേലും കൊള്ളാം, ഈ റൂമിൽ നിന്ന് ഞാൻ മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ കട്ടായം പറയല്ലേ. ഈ റൂം കിട്ടിയാൽ വളരെ സന്തോഷമായിരുന്നു. തരത്തില്ല. അതൊന്നും പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ല. കുട്ടി എപ്പോഴാ നമുക്ക് പോകേണ്ടി വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓ, നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോ. തൽക്കാലം ഈ റൂമിൽ ഒന്ന് വെളിയിൽ ഇറങ്ങാവോ? മനുഷ്യൻ ടയേർഡായിട്ട് വന്ന് കേറിയേക്കുക. അല്ല മേഡം, ഞാൻ ഒന്ന് പറയട്ടെ. വേണ്ട, ഇത്രയും നേരം നമ്മൾ നിർബന്ധിച്ച് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ വേണ്ട. ഞാൻ തറയിലാണെന്നും കിടന്നോളാം. മുഴുവാ. ഉത്തമേട്ടൻ തന്നെയാണ് ഈ പറയുന്നേ. ഞാൻ അവിടെ വെച്ചേ പറഞ്ഞല്ലേ, പുറത്തുനിന്ന് കേറി വന്നില്ലേ, അത് ഞാൻ തന്നെയാണ്. അവിടെ നിന്ന് നിങ്ങളോട് സംസാരിച്ചില്ലേ, അതും ഞാൻ തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ സംസാരിക്കുന്ന ഞാനില്ലേ, അതും ഞാൻ തന്നെ. പക്ഷെ എന്റെ ഉള്ളിലുള്ള ഞാനില്ലേ, അത് ഞാനല്ല. എന്താന്നാ? അയ്യോ, രണ്ടുപേരും ഒന്ന് ഇറങ്ങി പോകാവോ? ഒരച്ഛനൊന്നും വഴക്കിട്ടിരുന്ന സമയത്ത് ഉണ്ടായതാട്ടാ. ചെല്ലി. ഓ പോ. ഈ വീട്ടിലുള്ള എല്ലാം കണക്കാണല്ലോ ദൈവമേ. ഉത്തമോ, അല്ല നീ എന്താ നിലത്ത് വന്ന് നടക്കുന്നേ? അമ്മാവനാ? ഞാൻ ഈ കുട്ടിക്കാലത്തെ നല്ല ചൂടുള്ള സമയത്ത് ഷർട്ടൊക്കെ ഉരുട്ടി ഞാൻ ഇങ്ങോട്ട് കിടക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഓർമ്മയില് ആ ഒരു സുഖത്തിലും കിടന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെ പറയാം. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ഇപ്പൊ ഇങ്ങോട്ട്? അല്ല, ഞങ്ങള് ഈ മൊത്തത്തിലുള്ളൊരു ആശയക്കുഴപ്പം ഒന്ന് തീർക്കാൻ വേണ്ടിട്ടൊന്നും ഇങ്ങനെ വന്നതാ. അത് നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അല്ല, ഞങ്ങള് പ്രശ്നമൊന്നുമില്ല, നീയാ ഇപ്പൊ പ്രശ്നം. അതെന്നാ വർത്താനം അമ്മാവ പറഞ്ഞത്? ഞാൻ ഈ പ്രാവശ്യം വന്നിട്ട് ഒരു കുഴപ്പത്തിനുമില്ല, മര്യാദ കടങ്ങി നിങ്ങൾ ഇറക്കിയില്ലേ. ഇത് ഞാൻ പ്രശ്നമാവണം എങ്ങനെ? അല്ല, കഴിഞ്ഞ തവണ ഉത്തമൻ വന്നതുപോലുള്ള ഒരു വരവല്ല ഇത്തവണ വന്നിട്ടുള്ളതെന്ന് മൊത്തത്തിലൊരു ആശയക്കുഴപ്പം ഞങ്ങളിലൊക്കെ ഉണ്ട്. അല്ല, ആ വേഷഭൂഷാദികളിലുള്ളൊരു മാറ്റവും ഉത്തമന്റെ മൊത്തത്തിലുള്ള സ്വഭാവത്തിലുള്ളൊരു മാറ്റമൊക്കെ കണ്ടിട്ടേ അങ്ങനൊരു സംശയം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയ? എടാ, നിന്റെ ഈ മാറ്റമേ നല്ലതിനാണോ ചീത്തയ്ക്കാണോന്നേ ഒന്ന് അറിഞ്ഞിരിക്കാവല്ലോ. അതെ, നല്ലതിനും അല്ല ചീത്തക്കും അല്ല, ഇതെന്റെ അവസാനത്തിനാ. എന്തുവാ അവസാനത്തിനും? നീ എന്തൊക്കെയാടാ ഉത്തമമായി പറയുന്നേ? ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ മാവ. അതെ, നേരത്തെ അമ്മയും മരതകമൊക്കെ അവിടെ നിന്നോണ്ടാ ഞാനൊന്നും പറയാതിരുന്നത്. കുറെ നാളായിട്ട് ഞാൻ അമ്പലങ്ങളിലാന്ന് നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ അമ്പലത്തിലല്ലായിരുന്നു. പിന്നെ നീ എവിടെയായിരുന്നു? തമിഴ്നാട്ടില് ഡോക്ടർ മുത്തുവേൽ പാണ്ഡിന്റെ ആശുപത്രിയിലായിരുന്നു. അദ്ദേഹം എന്നെ ട്രീറ്റ് ചെയ്തത്. ആശുപത്രിയില് നിനക്കതിന് എന്താ അസുഖം ഉത്തമാ? ഇനിയും അതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ എന്നെ തന്നെ വേദനിപ്പിക്കുന്നില്ല. നിങ്ങളൊന്നും മനസ്സിലാക്കിയാൽ മതി. അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറാ രോഗിയെ ഞാൻ. ഏറിപ്പോയ ഇനിയൊരു 3 വെള്ളിയാഴ്ച അത്ര എനിക്ക് ആയുസുള്ളൂ. അങ്ങനെ ഡോക്ടർ മുത്തുവേൽ പാണ്ഡി പറഞ്ഞത്. എന്തൊക്കെയാ ഉത്തമ നീ പറയുന്നേ? സത്യം അമ്മാവ. ഇത് ഇങ്ങനൊരു അസുഖമുള്ള കാര്യം നിനക്ക് നേരത്തെ അറിയായിരുന്നു ഉത്തമ? ഇല്ലമ്മാവ, അറിഞ്ഞപ്പോഴത്തേക്ക് വളരെ വൈകിപ്പോയി. എന്റെ സങ്കടങ്ങൾ മറക്കാനാ ഓരോ തവണ വരുമ്പോ ഓരോ അലമ്പുണ്ടാക്കിണ്ടിരുന്നത്. ഏതെങ്കിലും അമ്പലത്തിന്റെ നടയിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം.
പക്ഷെ അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ ജനിച്ചൊരു തറവാടുണ്ടല്ലോ, ആ തറവാട്ടിൽ കിടന്ന് മരിക്കണമെന്ന്. അതാ ഞാൻ വീണ്ടും തിരിച്ചു വന്നത്. മോനെ ഉത്തമ, ഇത്രയും സങ്കടം നീ മനസ്സിന്റെ ഉള്ളിൽ വെച്ചോണ്ടോ അതോടാ നടന്നത്? അയ്യോ, ഞാൻ എൻ്റെ പെങ്ങള് ബാലമണിയോട് ഞാനിത് എങ്ങനെ പറയും? അമ്മാവൻ അമ്മയോട് ഇത് പറയണ്ട, അത് സമയമാകുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. ഉത്തമ, വേണ്ടമ്മാവ, സമാധാനിപ്പിക്കാനാണ് വേണ്ട. ഉത്തമനെന്ന സത്യം ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോവുക, അതങ്ങ് പൊക്കോട്ടെ. ഹലോ മാഡം. എന്താടി കൊച്ചേ, നേരത്തെ ഒക്കെ ഭക്ഷണം കഴിക്കാൻ വന്ന് വിളിക്കുമായിരുന്നു, ഇപ്പൊ അതുമില്ല ഒന്നുമില്ല. അല്ല മാഡം അല്ലേ പറഞ്ഞത് ജീവിതത്തിൽ ഭക്ഷണം അല്ല പ്രധാനപ്പെട്ട കാര്യം. എനിക്കിട്ട് അത് മാത്രല്ല, ഞാൻ എപ്പോ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാലും മാഡം എന്നെ ആട്ടി പായിക്കൂലേ. അല്ല ഇപ്പൊ എങ്ങോട്ടാ? കഴിക്കണ്ട, എനിക്ക് വിശക്കുന്നു. വിശപ്പൊക്കെ ഉണ്ടല്ലേ? ഇല്ല. ആ പിന്നെ മാഡം ഒരു കാര്യം പറയട്ടെ. എന്താ? മുമ്പേ ഉത്തമേനോട് റൂം വിട്ടു തരൂലെന്ന് പറഞ്ഞില്ലേ, അത് മാസായി കേട്ടോ. പിന്നെ ദേഷ്യം വരൂലേ? നിന്റെ അമ്മായിമ്മയുടെ വായിരിക്കുന്ന മുഴുവൻ കേട്ടോണ്ട് അവര് പറയുന്ന വാടകയും കൊടുത്താൽ ഞാൻ ഇവിടെ കഴിയുന്നത്. അപ്പൊ വേറൊരാള് വന്ന് റൂം വിട്ടു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാനത് കൈ കെട്ടി നോക്കിയിരിക്കുമെന്നാ? നോക്കി നിക്കണ്ട. പിന്നെ ഉത്തമേണ്ട ആയതുകൊണ്ട് ഇതിൽ കുഴപ്പമൊന്നുമില്ല. ഉത്തമേണ്ട എവിടെ വേണേലും കിടന്നോളും. പണ്ടേ നാട് വിട്ടു പോയപ്പോ റെയിൽവേ സ്റ്റേഷനിലും കടത്തിനെല്ലാം ഒക്കെ കിടന്നിട്ടുണ്ടാവും. അതുപോലെ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളും. എന്നാലേ ഉത്തമേടന്റെ ഒരു മാറ്റം എനിക്ക് മനസ്സിലാവാത്ത. മാഡം റൂം വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞിട്ടും ഒരു അക്ഷരം മിണ്ടാതല്ലേ ഇറങ്ങിപ്പോയത്. നേരത്തെ സ്വഭാവമായിരുന്നെങ്കിലേ മാഡം ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നിടം വരെ ഉത്തമേടം വായിട്ട് അലച്ചേനെ. ശരിക്കും? അതാ ഞാൻ പറഞ്ഞു, ഈ മാറ്റം ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. മാഡം ഒരു കാര്യം ചെയ്യും, ഉത്തമേടനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കൂ എന്താ പറ്റിയെന്ന്. പിന്നെ എനിക്കതല്ലേ പണി. എനിക്ക് അയാളെ വന്നപ്പോ തൊട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ അമ്മാവാ, അമ്മാവൻ ഇത് എവിടെയായിരുന്നു? ഞാനും അളിയനും കൂടി ആ ഉത്തമനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു കുട്ടി. ഇതെന്താ അമ്മാവന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ആ എന്ത് പറ്റി മിസ്റ്റർ പങ്കജാക്ഷൻ? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ. ഉത്തമൻ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് അതല്ല, ഉത്തമൻ നമ്മൾ വിചാരിക്കണ പോലുള്ള ഒരാളൊന്നല്ല, ഒരു പാവ. ഇതെന്താ പതിവില്ലാത്തൊരു സ്നേഹം ഉത്തമനോട്? മരിക്കാൻ നിൽക്കണ ആൾക്കാരോട് ഇപ്പൊ നമ്മള് ദേഷ്യവും പരിഭവമൊക്കെ കാണിച്ചിട്ട് എന്താ കാര്യം? മരിക്കാൻ പോകുന്നു? അതെന്താ ഉത്തമൻ ആത്മഹത്യ ചെയ്യാൻ പോവാ? ആത്മഹത്യ ചെയ്യാൻ പോവാണെച്ചാൽ നമുക്ക് ചെന്ന് തടയാലോ മാഡം. ഇതല്ല, ഉത്തമന് മാരകമായ എന്തൊരു അസുഖമാണ് അത്രേ. അസുഖോ? ആ, എന്തസുഖം? എന്താ ഏതാന്നൊന്നും പറഞ്ഞില്ല. തമിഴ്നാട്ടിലൊരു ഡോക്ടറെ കാണിച്ചു അത്രേ, മുത്തുവയിൽ പാണ്ഡ്യൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറെ. അയാള് പറഞ്ഞത് ഇനിയിപ്പോ കാര്യമായിട്ടൊന്നും നോക്കാനൊന്നുമില്ല, തീർന്നിരിക്കണം. എന്താപ്പ ചെയ്യ? അത് വല്ലാത്ത കഷ്ടായി പോലെ പങ്കിയാമ്മ. പറയാണ്ട് കുട്ടിയെ, അവന് അങ്ങോട്ട് പറയണ കേട്ടപ്പോ എന്റെ ദേഹം അങ്ങോട്ട് തളർന്നു. അളിയനും വല്ലാണ്ടായി. തറവാട്ടി കിടന്ന് മരിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അത്രേ. അയ്യോ, നേരത്തെ ആ മനുഷ്യൻ കേറി വന്നപ്പോ ഞാൻ എന്തൊക്കെയോ ചീത്തയും പറഞ്ഞ് അതിനെ ഓടിച്ചു വിട്ട്. സാരില്ല മാഡം, നമുക്കറിയില്ലായിരുന്നല്ലോ ഉത്തമേണ്ട ഇങ്ങനെ അസുഖമുള്ള കാര്യമൊന്നും. അതങ്ങനെ അല്ല ഷാഹിന, പുള്ളി പല പ്രാവശ്യം പറഞ്ഞതല്ലേ പോകുന്നതിനെ കുറിച്ചൊക്കെ, നൊസ്റ്റാൾജിയെ കുറിച്ച് പറഞ്ഞു, ആ റൂം വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനങ്ങ് കടുംപിടുത്തവും പിടിച്ചോണ്ടിരുന്നു. ഷാഹിന, അതെ ഞാനൊരു കാര്യം പറയട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നിന്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എന്നിട്ട് പുള്ളിയുടെ റൂമും കൊടുത്തേക്കാം. അങ്ങനെ ചെയ്യാം മാഡം. സമാധാനാവട്ടെ പുള്ളിക്ക്. പങ്കിയാമ്മ, അപ്പച്ചി വിവരം അറിയിച്ചോ? അപ്പച്ചിയോട് അവൻ തന്നെ നേരിട്ട് സംസാരിച്ചോളാന്ന് പറഞ്ഞു. ഇനിയിപ്പോ അത് കേൾക്കുമ്പോ എന്താ ഉണ്ടാവുക? വല്ലാത്തൊരവസ്ഥ. ഉത്തമേട്ടനല്ലേ മാഡം? ഞാൻ പോയിട്ടെ എന്റെ പെട്ടിയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തേ നിന്റെ റൂമിലോട്ട് എടുത്ത് വെക്കാം. അല്ല മാഡം ഭക്ഷണം കഴിക്കുന്നില്ലേ? ഇപ്പം ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒന്നുമല്ലേലും നിന്റെ ആങ്ങളല്ലേ അത് അല്ലേ? ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ നിനക്ക് എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റുന്നേ?
മനുഷ്യനായി ഇങ്ങനെ പാടില്ല കേട്ടോ, സെൽഫിഷ് ആവരുത്. ഇതാ ഞാൻ പറഞ്ഞേ, ഞാൻ വിളിച്ചാ ഒന്നും മാഡം ഭക്ഷണം കഴിക്കാൻ വരൂലെന്ന്. ഇപ്പൊ ഞാനത് പറയുന്ന കുറ്റം. സാഹചര്യം അനുസരിച്ച് പെരുമാറാൻ പഠിക്കും. ഭക്ഷണം കഴിക്കാൻ പോണം പോലും. വാ ഇങ്ങോട്ട്, ഞാൻ സഹായിക്കും. വരാൻ. അമ്മേ ഞാൻ ഉത്തമന്റെ കാര്യം ആലോചിക്കായിരുന്നടി. ആലോചിക്കും തോറേ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം. അവന്റെ തലയിലേ മുടിയില്ലാന്ന് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ സംശയം ഉണ്ടായിരുന്നു, അവനെന്തേലും കുഴപ്പമുണ്ടാവുമോന്ന്. പണ്ടൊക്കെ ആൾക്കാർക്ക് വയസ്സാവുമ്പോഴാണ് ഇതുപോലെ വലിയ വലിയ അസുഖങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ കണ്ട ചെറുപ്പക്കാർക്കും ഇതുപോലെ ഓരോ അസുഖങ്ങൾ വരാൻ തുടങ്ങി. എന്ത് കഷ്ടല്ലേ അമ്മേ. ഈ ഉത്തമേട്ടന്റെ ആഹാര രീതിയിലൊക്കെ പ്രശ്നമാണ്. എപ്പോഴും പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ ആയിരിക്കും. അങ്ങനെ കഴിച്ചാൽ തന്നെ എന്തെങ്കിലുമൊക്കെ അസുഖം നമുക്ക് വരും. ആ എടി, അതിനാണ് ഈ ഇടയ്ക്കൊക്കെ ഫുൾ ബോഡി ചെക്കപ്പ് നടത്തണം എന്ന് പറയണത്. അപ്പൊ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ പിന്നെ ഇതുപോലെ ഇരുന്ന് വിഷമിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. അതിപ്പോ ഇനിയാണെങ്കിലും പറ്റുമല്ലോ, ചികിത്സിച്ച് റെഡിയാക്കാൻ പറ്റൂലേ? ചികിത്സിച്ചിട്ടൊന്നും കാര്യമില്ല എന്നല്ല അവൻ പറയണത്. അവൻ അങ്ങനെ പറയണ സ്ഥിതിക്ക് നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക ഷായന? അമ്മേ, മുത്തമ്മേടന്റെ ആഗ്രഹം ഈ തറവാട്ടിൽ കിടന്ന് മരിക്കണം എന്നാണല്ലോ. അപ്പൊ അതിനു മുമ്പ് ഉത്തമേടൻ എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. അതേ ഇനിയിപ്പൊ നമുക്ക് ഉത്തമേടന് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. ആടി, അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാ? മരുതകം വരുന്നുണ്ട്. അമ്മേ, അപ്പുണ്ണിയുടെ കൃഷി ഓഫീസിന് എന്തോ മേടിക്കണം എന്ന് അറിഞ്ഞില്ലേ, അത് മേടിച്ചോ? അവനത് മേടിക്കാൻ പോയിരിക്കാന്നാ തോന്നണേ. ആ, ഞാൻ കണ്ടില്ല, അതാ ചോദിച്ചേ. വരുമായിരിക്കും. മോളെ മരുതകം. അക്ക, നിങ്ങൾ എന്താ സംസാരിച്ചോണ്ടിരുന്നേ? ഞങ്ങള് അപ്പുണ്ണി കൃഷി ഓഫീസിൽ നിന്ന് തൊഴുത്തിലേക്ക് എന്തോ സാധനം വാങ്ങാൻ പോയിട്ടുണ്ടേ, അതിനെ പറ്റി പറയായിരുന്നു മോളെ. എന്നോട് നുണയൊന്നും പറയണ്ട. നിങ്ങൾ രണ്ടുപേരും മാമാവ് പറ്റിയല്ലേ സംസാരിച്ചോണ്ടിരുന്നത്? എന്നിട്ട് എന്നെ കണ്ടപ്പോ നിങ്ങളത് മാറ്റി. അയ്യോ അല്ലക്ക, സത്യമായിട്ട് ഞങ്ങള് കൃഷി ഓഫീസിലെ കാര്യം പറഞ്ഞേ. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്നോടൊന്നും മറച്ചു വെക്കണ്ട. ഞാൻ എല്ലാം അറിഞ്ഞു. എന്തറിഞ്ഞു? മാമാവുടെ അസുഖത്തെ പറ്റിയല്ല. മരുതകം, നീ വിഷമിക്കണ്ട. വിധി ഇങ്ങനെയാണെങ്കിൽ നമുക്കത് അംഗീകരിച്ചല്ലേ പറ്റുമോളെ. എന്നാലും മാമിയാർ ഇതെങ്ങനെ സഹിക്കും? അപ്പച്ചി അറിഞ്ഞോ? മാമിയാർക്കിട്ട ഞാൻ എല്ലാം ചൊല്ലിയാച്ച്. അമ്മേ, എന്നാലും മാമ എന്നോട് എന്താ ഈ അസുഖത്തെ പറ്റി പറയാത്തത്? അതാ എനിക്ക് ഭയങ്കര വിഷമം. അത് ശരി. അപ്പൊ അവന് ഈ അസുഖം വന്നതിൽ നിനക്ക് വിഷമമൊന്നുമില്ലേ? എന്നെ സീതമായി ഇങ്ങനെ പറയുന്നത്? കടവുളക്കിട്ട് ദിവസവും ഞാൻ മരിച്ചിട്ടേ മാമ മരിക്കാൻ പാടുള്ളൂ എന്ന് പ്രാർത്ഥിക്കുന്നവളാ ഞാൻ. എന്നിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കല്ലേ? അക്ക, അങ്ങൊന്നും പറയല്ലേ. എന്തായാലും നമുക്കിതൊക്കെ നേരിട്ടല്ലേ പറ്റുള്ളൂ. മരുതകം, ഉത്തമം മരിച്ചു പോയാലും നിനക്ക് ഈ കുടുംബമായിട്ടുള്ള ബന്ധം വേറിട്ട് പോകരുത്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഇതൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടോ? അതല്ല, നമ്മളൊക്കെ കൂടെ ഉണ്ടെന്ന് അറിയുമ്പോൾ മരുതകത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മോള് വിഷമിക്കണ്ട, അവൻ്റെ അസുഖമൊക്കെ മാറും. നമുക്കതൊക്കെ ചികിത്സിച്ച് മാറ്റാം. നീ സങ്കടപ്പെടണ്ട കേട്ടോ.
എന്താ നിങ്ങളെ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നുമില്ല അങ്ങളെ. ഉത്തമന്റെ കാര്യം ആലോചിച്ചാന്നോ? മാസം തികയാതെ ജനിച്ചപ്പോഴേ ആളുകളെല്ലാം പറഞ്ഞു ഈ കുഞ്ഞിനെ കിട്ടൂല എന്ന്. അതുകൊണ്ട് തന്നെ അവന് ദീനൊഴിഞ്ഞ നേരവും ഇല്ലായിരുന്നു. അതൊക്കെ എനിക്കറിയാമല്ലോ നിങ്ങളെ. അവന് വേണ്ടി എത്ര കാശാണ് നമ്മൾ ചെലവാക്കിയത്. അവന് പ്രായമായപ്പോൾ ഞാൻ കരുതി അവൻ്റെ ദീനങ്ങളെല്ലാം മാറിയെന്നു. പക്ഷെ പിന്നെയും അസുഖങ്ങളൊക്കെ അങ്ങനെ എപ്പോഴാ അസുഖം വരുന്നത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ. ഉത്തമനെ തിരിച്ചു കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഇങ്ങനെ തിരിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു ആങ്ങളെ ദൈവം എനിക്ക് അവനെ തിരിച്ചു തന്നത്. എൻ്റെ പെങ്ങൾ വിഷമിക്കാണ്ടിരിക്കും. എൻ്റെ കെട്ടിയവൻ നേരത്തെ പോയി. ഇപ്പതാ ഇവനും. എന്നെ മാത്രം എന്തിനാ ആങ്ങളെ എങ്ങനെ ഒറ്റയ്ക്കിട്ടിരിക്കുന്നത്? ചേട്ടാ, അങ്ങനെ ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞെന്ന് വിചാരിച്ച് ഉത്തമനെ നമ്മൾ മരണത്തിനെക്കാളും വിട്ടുകൊടുക്കുമോ? ഇവിടെ വേറെ ഡോക്ടർമാരില്ലയോ? ആശുപത്രി ഇല്ലയോ? ഏതാണ്ട് ഒരു മുത്തുവേൽ പാണ്ഡ്യനെ കണ്ട് പറഞ്ഞെന്ന് വിചാരിച്ച് ഇവിടെ വേറെ ഡോക്ടർമാരുണ്ടെന്ന്. നമുക്കെല്ലാം ശരിയാക്കി എടുക്കാം, അവനെ ഒറ്റപ്പെടുത്തി എടുക്കാമെന്ന്. ഞങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് ഇങ്ങോട്ട് വാങ്ങുവാണേ. പിന്നെ നടക്കാതിരിക്കാനോ? ഇങ്ങോട്ട് ഞാനല്ലേ പറഞ്ഞാലോ, അവനെ രക്ഷിച്ചെടുക്കാമെന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ. എൻ്റെ മകൾ വിഷമിക്കണ്ടവാ. നല്ല ഇടപാടായി പോയി ഞാൻ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇത് വിഷമിക്കാനായിട്ട്. ായി 98 വയസ്സ്. മണി 71 വയസ്സ്. നീ എന്താ പത്രമൊക്കെ വായിക്കാൻ തുടങ്ങിയോ? പത്രം വായിച്ചൊന്നും അല്ല മാമ, ഞാൻ ഈ ചരമക്കോളമൊക്കെ ഒന്ന് നോക്കിയതാ. കൊറേയൊക്കെ കളർ ഫോട്ടോയും കൊറേയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയും. അമ്മാവനോട് ഇരുന്നേ, എനിക്ക് അമ്മാവനോട് ഗൗരവമുള്ളൊരു കാര്യം പറയാനുണ്ട്. ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ ആദ്യം വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നമ്മളെല്ലാവരും ഒരു ഫോട്ടോ എടുത്തില്ലേ? ആ ഫോട്ടോ ആയിരിക്കണം പത്രത്തിൽ വരേണ്ടത്. മരിക്കാൻ പോകുമല്ലേ? എന്റെ അമ്മ, ഇത് ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. ഇല്ലാതെ ഞാൻ മരിച്ചു കിടക്കുമ്പോഴത്തേക്ക് അമ്മ പറയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എന്ന്, അമ്മ പറയും കളർ മതിയെന്ന്, തങ്കിയമ്മ പറയും ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയും. ഇത് മൊത്തത്തിൽ ഒരു തർക്കമായി കുറെ സമയം ഇങ്ങനെ നീണ്ടു പോകുമ്പോഴേ ഞാൻ അവിടെ കിടന്ന് വലിച്ചു പൊളിച്ച് നാശമായി പോകും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ കാര്യമായിട്ട് നിങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. പിന്നെ ചത്ത് കിടന്നാൽ ചമഞ്ഞ് കിടക്കണമെന്ന് അമ്മാവൻ തന്നെയല്ലേ എന്നെ പറഞ്ഞു പഠിപ്പിച്ചേക്കണത്. ഉത്തമോ, ഈ ചരമകോളത്തിൽ പണം കൊടുക്കുന്നതിനെ കുറിച്ച് തൽക്കാലം നീ ഇപ്പൊ ആലോചിക്കണ്ട. അല്ലമ്മാവാ, നമ്മൾ ഇപ്പൊ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരു ധാരണയാക്കി വെച്ച് കഴിഞ്ഞാൽ അന്നേരം ടെൻഷൻ ഉണ്ടാവൂല. ഇല്ലെങ്കിൽ നിങ്ങൾ ഡൗട്ട് അടിച്ച് തകർന്നു പോപ്പോ. അതിന് നീ മരിച്ചു പോയാലല്ലേ നിന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അല്ലെ ഞങ്ങള് ആരത്? ഞാനും എന്റെ ആങ്ങളെയും. നിങ്ങൾ രണ്ടുപേരും MBBS പഠിച്ചവരാണോ? അല്ല, ഞങ്ങൾ രണ്ടുപേരും MBBS പഠിച്ച് പാസ്സായില്ലെങ്കിലേ ഈ MBBS പഠിച്ചവർ കുറെ ആൾക്കാർ കൂടെ ഉണ്ടല്ലോ. നമുക്ക് അവരെ ആരെങ്കിലും ഒന്ന് കാണിച്ചാലോ? അമ്മാവൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഡോക്ടർ മുത്തുവേൽ പാണ്ഡ്യനെ ഞാൻ കണ്ടതാണ്. ഡോക്ടർ മുത്തുവേൽ പാണ്ഡ്യൻ പറഞ്ഞതാ. അയാള് ഡോക്ടറല്ലേ, അല്ലാതെ ജോത്സ്യനല്ലല്ലോ. ജോത്സ്യനെ കണ്ടു മാമ, മുനിയപ്പ അങ്ങ് ഊരില്ല. ആ പുള്ളിയും പറഞ്ഞ ഇത് തന്നെയാണ്, ഞാൻ 3 വെള്ളിയാഴ്ച തികക്കില്ല. നീ പോടാ അവിടുന്ന്. നീ അവരും പറയുന്നത് കേട്ട് നിന്റെ ജീവിതം കളയുന്നത്. ആങ്ങളെ പറഞ്ഞതുപോലെ നാളെ പോയി ഡോക്ടറെ കാണണം. എന്താ, നീ ഒരു കാര്യം ചെയ്യും, ആ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ എടുത്ത് തയ്യാറാക്കി നീ നാളെ കൊച്ചിയിലുള്ള ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ നമുക്ക് കൊണ്ട് കാണിക്കാം. എന്തിനും രണ്ടാമത്തെ ഒരു അഭിപ്രായം നല്ലതല്ലോടാ. അതെന്തെങ്കിലും പ്രതീക്ഷയുള്ളവരുടെ കാര്യത്തിലല്ലേ, എന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയും വേണ്ട. പ്രതീക്ഷ ഉണ്ടോ ഇല്ലയോ തീരുമാനിക്കുന്നത് നീയാണോ? ആങ്ങളെ പറയുന്നത് പോലെ നാളെ നല്ലൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. നമുക്ക് ഭംഗിയും കൂടെ കൂട്ടാവിടാ. എന്റെ അമ്മാവാ, ഇനി ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, എന്റെ അസുഖം എന്താണെന്നറിയാമോ? ബ്രെയിനാണ്, തലച്ചോറിൽ. അതിങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു ചെറിയ ചാൻസ് ഉണ്ടെങ്കിൽ മുത്തുവേൽ പാണ്ഡ്യൻ എന്നെ ചികിത്സിച്ച് ഭേദാക്കിയാനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ബാക്കിയുള്ള ഈ കുറച്ച് ദിവസം എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് ആശുപത്രി വരാൻ ഇറങ്ങാൻ പറ്റുമൊന്നുമില്ല. അമ്മ എനിക്ക് കുഞ്ഞുനാളിൽ ഉണ്ടാക്കി തന്നെ പോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നെ ഞാൻ അതൊക്കെ കഴിച്ച് ഈ തറവാട്ടിൽ നിങ്ങളോടൊപ്പം കൂടി ജീവിക്കാൻ എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് പറ്റുമെങ്കിൽ അമ്മ എനിക്ക് കുഞ്ഞിലേ മുതൽ ഉണ്ടാക്കി തന്നെ ആ മാമ്പഴ പുളിശ്ശേരിയില്ലേ, അതൊഴിച്ചിട്ട് ബാക്കി എന്തുണ്ടാക്കി തന്നാലും വളരെ സന്തോഷത്തോടെ ഞാൻ തിന്നോളാം. അമ്മാവ, എന്നെ ഇനി ആശുപത്രി പറഞ്ഞു വിടരുത്. ഈ കുറച്ച് ദിവസം എനിക്കുള്ളത് ഞാൻ നിങ്ങളുടെ കൂടെ സന്തോഷമായിട്ട് കഴിഞ്ഞോളാം. എന്നെ ആശുപത്രി പറഞ്ഞു വിടണ്ട അമ്മാവ.
എന്തൊക്കെയാ ആങ്ങളെ അവൻ പറഞ്ഞിട്ട് പോയത്? അവന് പുളിശ്ശേരി വേണ്ടെന്ന്. ഒന്ന് കൊത്തുമീനെ കുറേ നേരം ഇരിപ്പ് തുടങ്ങിയിട്ട് എനിക്കൊരു നാണമില്ലട്ടെ. ഞാൻ എത്ര സമയം വേണേ ഇരിക്കും. മീന് നാണോണ്ട ഒന്ന് കൊത്ത്. എവിടെ എവിടെന്ന് വെച്ചാൽ അവിടെ ഉണ്ട് ആള് കേട്ടോ. എന്റെ ദൈവമേ, എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ഇരിപ്പ് നോക്കിയേ. പാവല്ലേ? വാ, സംസാരിക്കാം. സൂക്ഷിച്ചോ. ഉത്തമ, എന്താ ഉത്തമ ചൂണ്ടയൊക്കെ ആയിട്ട്? ഞാനേ പാൽപ്പായസം ഉണ്ടാക്കുക. ഏ, ചൂണ്ടയായിട്ട് മീൻ പിടിക്കാതിരിക്കണമെന്ന് മനസ്സിലാവില്ല കണ്ടേ. അല്ല ഉത്തമ, ഈ മീനില്ലാത്ത കുളത്തിൽ വെറുതെ അങ്ങനെ ചൂണ്ടിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം?